സപ്ലൈകോയുടെ പേരിൽ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കൊച്ചിയിൽ അറസ്റ്റിലായ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ തൊഴിൽ തട്ടിപ്പ് കേസിലും പ്രതി. കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. എറണാകുളം സൗത്ത്, ആലുവ ഈസ്റ്റ്, മാന്നാർ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയെ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സപ്ലൈകോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹെഡ് ഓഫീസിലെ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ നടത്തിയത്. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പറും ഇമെയിലും ദുരുപയോഗം ചെയ്തുമാണ് 7 കോടി രൂപ തട്ടിയത്. അറസ്റ്റിലായ സതീഷ് ചന്ദ്രൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ തട്ടിപ്പുകളും നടത്തിയെന്നാണ് കണ്ടെത്തൽ. കൊച്ചി മെട്രോയിൽ ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. തൊഴിൽ തട്ടിപ്പിന് എറണാകുളം സൗത്ത്, ആലുവ ഈസ്റ്റ്, മാന്നാർ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കടവന്ത്ര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അസിസ്റ്റന്റ് മാനേജറായി സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് വിരമിച്ച സതീഷ് ചന്ദ്രൻ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലാണ് തട്ടിപ്പുകളേറെയും നടത്തിയത്. ഉത്തരേന്ത്യയിലെ കമ്പനികൾക്ക് 2 മെയിൽ ഐഡികളിലൂടെ വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കി അയച്ച് ചോളം ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ചോളം മറിച്ചു വിറ്റാണ് 7 കോടി രൂപ തട്ടിയത്. 2023 ജനുവരി, നവംബർ മാസങ്ങളിലായിരുന്നു തട്ടിപ്പ്. റിപ്പോർട്ടർ, കൊച്ചി.